morning, dear students. Are you ready for today's class? In the last class, we discussed about the heart, the pumping organ, isn't it? And I told you the functions. And let's move to the internal structure of the heart. Okay, in this figure, you can see the internal structure and which are the parts of the heart. So internally, the heart is divided vertically into left and right portions by a membrane, or that left and right portion that is separated by a membrane that is simply called a septum. Okay, ഇപ്പോൾ നോക്കിയേ ഇവിടെ നിങ്ങൾക്ക് കാണാം ലേബലിങ്സ്, ഒരുപാട് ലേബലിങ്സ് ഉണ്ട്. ഇവിടെ ഈ ഹാർട്ടിനെ വെർട്ടിക്കലായിട്ട് രണ്ടായിട്ടങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു സെപ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇസ്ൻ്റ് ഇറ്റ്? സോ ദ ഹാർട്ട് ഈസ് ഡിവൈഡഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പോർഷൻ. And each half is further divided horizontally into two chambers. And then എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്തത് പോരാഞ്ഞ് പിന്നെന്ത് ചെയ്തു, ഈ ഹാർട്ടിനെ വീണ്ടും ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ രണ്ട് അറകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. Isn't it? So we can see that here the two upper and lower chambers. And also you know that how many chambers we have in our heart? Yes, of course, we have 4 chambers, isn't it? So you can see an upper and lower, 2 upper and 2 lower chambers. Okay, so here the each half is further divided horizontally into 2 chambers. That is, an upper chamber is called auricle. How is it read? Auricle. Okay, so the upper chambers is called auricle and the lower chambers is called ventricle. So these are the 4 chambers. That means 2 auricles and 2 ventricles. So how many chambers? 4 chambers. Okay, therefore the heart is 4 chambers in all, the 2 auricles and 2 ventricles. Okay, and then coming to the first one, that is called auricles. What do you mean by auricle? The auricle is simply means that are receiving chambers. Okay, അതിനെയാണ് നമ്മൾ receiving chambers എന്ന് പറയുന്നത്. That means as they receive blood from different parts of the body. Okay, അപ്പം ബോഡിയുടെ പല ഭാഗത്തു നിന്നും ബ്ലഡിനെ റിസീവ് ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ ഓറിക്കിൾസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓർ ദ നേച്ചർ ഓഫ് ദ ഓറിക്കിൾ? ദേ ആർ വെരി സ്മോൾ ഓർ സ്മോളർ ആൻഡ് ഹാവ് തിൻ വാൾസ് കമ്പയർ വിത്ത് വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദേ ആർ വെരി സ്മോളർ, വളരെ ചെറുതായിരിക്കും. ആൻഡ് ഓൾസോ ദേ ഹാവ് ദ വോൾ ഈസ് വെരി തിൻ വോൾഡ്. ആൻഡ് വെറാസ് ദ വെൻട്രിക്കിൾസ് ഓൺ ദ അതർ ഹാൻഡ് ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ചേമ്പേഴ്സ്. ഇപ്പോൾ വെൻട്രിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദേ ആർ ടേംഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ചേമ്പേഴ്സ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ അവർ പല ബോഡി പാർട്സിലേക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. സോ അവരെന്താ വിളിക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ടിംഗ് ചേമ്പേഴ്സ്. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂട്ടിംഗ് ചേമ്പേഴ്സ് ആസ് ദേ പമ്പ് ബ്ലഡ് ഇൻ ടു ദ ലെൻസ് ആൻഡ് ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ദ ബ്ലഡ് ടു ഓൾ ഓഫ് ദ ബോഡി പാർട്സ്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ലെൻസിലേക്കും അതേപോലെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, so the ventricles are very large and their wall are thick and elastic and also muscular so as to efficiency pumping blood to different parts of the body. ഇപ്പോൾ നമ്മൾ ഓറിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ വെൻട്രിക്കിൾ എങ്ങനെയായിരിക്കും? ദേ ആർ വെരി ലാർജ് ആൻഡ് ഓൾസോ തിക്ക് വോൾഡ് ആയിരിക്കും. ദെൻ ഇറ്റ് ഹാവ് സം ഇലാസ്റ്റിക് പ്രോപ്പർട്ടി. സോ ഫോർ ദ പമ്പിങ് എഫിഷ്യൻസി, അല്ലെങ്കിൽ ആ പമ്പിങ് പ്രോസസ്സ് എഫിഷ്യൻ്റായിട്ട് നടക്കാൻ ഒരു ഇലാസ്റ്റിക് നേച്ചറും മസ്കുലർ നേച്ചറും ഇവരുടെ വോളിൽ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, the auricle or the right auricle. Here you can see the right auricle, isn't it? Right auricle കണ്ടോ നിങ്ങൾ? Here it is labeled as right atrium. Okay, so the right atrium or the right auricle that opens into the right ventricle. Okay, ഇപ്പോൾ റൈറ്റ് ഓറിക്കിൾ എങ്ങോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. സോ ആൻഡ് ദീസ് ടു ആർ ഗാർഡഡ്, ദീസ് ഓപ്പണിങ്സ് are guarded by a valve that is called a tricuspid valve. Here you can see this labeling, tricuspid valve.
ഓക്കെ, കണ്ടോ നിങ്ങൾ ട്രൈകസ്പിഡ് വാൽവ് എന്ന് കണ്ടോ? which means they having 3 cups or flaps in nature. ഓക്കെ, 3 കസ്പ് പോലെ അല്ലെങ്കിൽ ഫ്ലാപ്സ് പോലെ സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഈ വാൽവിനെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ഓറിക്കിൾ ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദ റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ദിസ് സിമ്പിൾ ഓപ്പണിംഗ് ഈസ് ഗാർഡഡ് ബൈ ദ tricuspid valve. And also similarly, the opening between the left auricle or left atrium and the left ventricle, that is guarded by bicuspid valve. ഓക്കെ, ഇനി ലെഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ലെഫ്റ്റ് ഓറിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഓപ്പണിങ്ങിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ഏത് വാൽവ് ആയിരിക്കും? ബൈകസ്പിഡ് വാൽവ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഹാവിങ് 2 cusp or flaps in nature. And what is the function of this valve? Yes, simply the valves that regulate the flow of the blood in one direction. ഒരേ ഡയറക്ഷനിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാനായിരിക്കും ഈ വാൽവ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദീസ് വാൽവ്സ് ഫ്രം ദ ഓറിക്കിൾസ് ഇൻ ടു ദ വെൻട്രിക്കിൾസ്. അപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് എവിടെ കൂടെ ആയിരിക്കും? ഓറിക്കിളിൽ നിന്ന് വെൻട്രിക്കിളിലൂടെ ഒരേ ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യാനായിരിക്കും ഇത് സഹായിക്കുന്നത്. Okay, and then the blood flows from the right ventricle into the pulmonary artery and then from left ventricle into the aorta. ഇനി ബ്ലഡ് ഓറിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ വരും. ദെൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? പൾമണറി ആർട്ടറിയിലേക്കായിരിക്കും പോകുന്നത്. ഹിയർ യു ക്യാൻ സീ ദ ലേബലിംഗ് പൾമണറി ആർട്ടറി. ഓക്കെ, ഹിയർ ദ ഫസ്റ്റ് എന്താണ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ബ്ലഡ് വെസൽ. അപ്പം എന്തായിരിക്കും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യും? റൈറ്റ് ആർട്ടറിയിലേക്കായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ ടു ദ അയോട്ട. ദെൻ ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരും. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇറ്റ്സ് മൂവ്സ് ടു ദ അയോട്ട. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഇൻ അവർ ബോഡി. ഓക്കെ, ഏറ്റവും വലിയ ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? ദീസ് അയോട്ട. ഈ റെഡിഷ് കളറിൽ കാണിച്ചിട്ട് കണ്ടല്ലോ. അപ്പം അതായിരിക്കും ഏറ്റവും ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഓർ ദ ആർട്ടറി. ആൻഡ് ദെൻ ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ദ വെൻട്രിക്കിൾ ഇൻ ടു ദീസ് 2 arteries is regulated by this valve. So these valves that represent a half moon like സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും കാണാം ഒരു മൂൺ ലൈക്ക് സ്ട്രക്ചർ, ഒരു ഹാഫ് മൂണിൻ്റെ ഒരു സ്ട്രക്ചർ കാണാം. ആ വാൽവിനെയാണ് ഹാഫ് മൂൺ സ്ട്രക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ആ വാൽവിൻ്റെ പേരാണ് സെമി ലൂണാർ വാൽവ്. ദാറ്റ് ഈസ് അപ്പിയേഴ്സ് ആസ് എ ഹാഫ് മൂൺ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് സെമി ലൂണാർ വാൽവ് ദാറ്റ് റെഗുലേറ്റ്സ് ദീസ് arteries. Which arteries? The aorta. Okay, and also these valves are represented at the opening where the pulmonary artery and aorta leave the right and left ventricle respectively, and they ensures that the blood does not flow back into the ventricle. അപ്പം എന്തായിരിക്കും ഈ വാൽവിൻ്റെ, ഈ സെമി ലൂണ വാൽവിൻ്റെ മെയിൻ ഫങ്ഷൻ? ഈ ബ്ലഡ് എന്ത് ചെയ്യത്തില്ല, തിരിച്ച് വെൻട്രിക്കിൾസിലേക്ക് ബാക്ക് ഫ്ലോ ചെയ്യാതിരിക്കാനായിരിക്കും ഈ വാൽവ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ then after that this aorta it move to the certain organs or the entire body parts. Okay, so that is the internal structure of the heart. So you all of you read and draw this diagram in your notebook. Okay, ഈ സ്ട്രക്ചർ, ഈ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കണം. ആൻഡ് ഓൾസോ യു മസ്റ്റ് റീഡ് ദീസ് പോർഷൻസ് ടുഡേ ഇറ്റ് സെൽഫ്. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. Okay, clear? So thank you all. Today I wind upping. Thank you all.